എൻ്റെ കൂടെ അത്രയും നാൾ ഉണ്ടായിരുന്ന പല ആൾക്കാരും എൻ്റെ കൈ ഒഴിഞ്ഞിട്ട് പോയ ആൾക്കാരാണ്. എൻ്റെ കല്യാണം ആലോചിച്ച സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോടും ചാച്ചനോടും പറയുന്ന ഒരു കാര്യമായിരുന്നു, ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ ലൈഫ് എങ്ങനെ ജീവിക്കും എന്നുള്ളത്. എന്നോട് പല ആൾക്കാരും മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ നമ്മൾ ഞാൻ പേടിയാവുകയാണ്, കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാവുകയാണെന്നുള്ള ഒരു ചിന്ത. എനിക്കും തീർച്ചയായിട്ടും ആ ഒരു ചിന്തയുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പരിധി വരെ നമുക്ക് ഒരാളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ബാക്കിയൊക്കെ ദൈവാനുഗ്രഹം ലക്കും തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഞാൻ ഇന്ന ക്യാരക്ടറുള്ള ആളാണ്, ഇങ്ങനെ അപ്പിയറൻസ് ഉള്ള ആളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഒരു എക്സ്പെക്റ്റേഷനും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ബോണസ് ആയിരുന്നു ശരിക്കും അങ്ങനെയുള്ള ഒരാളെ കിട്ടുന്നത്. പക്ഷെ ഒരേ ഒരു കാര്യം ഞാൻ ചാച്ചനോട് പറഞ്ഞ കാര്യം, എനിക്കാളെ മനസ്സിലാക്കാൻ കുറച്ച് സമയം തരണമെന്ന് പറഞ്ഞു. കാരണം ഒരു സമയം വരെയൊക്കെ ഒരാൾക്ക് ആക്ട് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ ക്യാരക്ടർ ഇതാണ്, എന്നെ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഡ്യുവൽ ഫേസ് ഒന്നും വെച്ചിട്ട് ഒരാൾക്ക് ഒരു സമയം വരെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ നമുക്കാളെ മനസ്സിലാകും, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണോ എന്നുള്ളത്. എൻ്റെ കൂടെ അത്രയും നാൾ ഉണ്ടായിരുന്ന പല ആൾക്കാരും എൻ്റെ കൈ ഒഴിഞ്ഞിട്ട് പോയ ആൾക്കാരാണ്. അവരെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു.